കൊല്ലം ജില്ലയിൽ അടുത്ത 2 ദിവസങ്ങളിൽ താപനില 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകി. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില അടുത്ത 2 ദിവസങ്ങളിൽ 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10-ന് പുനലൂരിൽ 39.8 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ചൂടേറിയതും അസ്വസ്ഥത നിറഞ്ഞതുമായ അന്തരീക്ഷ സ്ഥിതി തുടരാനാണ് സാധ്യത. ജില്ലയിൽ താപനില ഉയരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കെട്ടിട റോഡ് നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ട്രാഫിക് പോലീസ്, പോസ്റ്റ്മാൻ, ലൈൻമാൻ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, ഇ-കൊമേഴ്സ്, പാർസൽ വിതരണക്കാർ, കളക്ഷൻ ഏജന്റുമാർ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങി പുറം ജോലികളിൽ ഏർപ്പെടുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സമയക്രമം പുനഃക്രമീകരിച്ചെങ്കിലും തൊഴിൽ സമയം മിക്കവർക്കും മാറ്റമില്ലാതെ തുടരുകയാണ്. മെയ് 20 വരെ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചയ്ക്ക് 3 വരെ വിശ്രമവേളയാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മിക്കയിടത്തും ഈ സമയത്ത് തൊഴിലാളികൾ ജോലി തുടരുകയാണ്. ഉച്ചസമയത്ത് വെയിലിൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.